നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവിടെ ചാടി. അത് ശരി, നിന്റെ കുതിര എവിടെ ചാടിയോ? എങ്കി ദാ വരുന്ന എന്റെ ആണ്. ആദിമോനെ, ഹായ് മഴയടമ്മ. ചെസ് ബോർഡിന്റെ ഒരു വശത്ത് പ്രജ്ഞാനന്ദയും മറുവശത്ത് മാഗ്നസ് കോൾസൺ ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. രണ്ടുപേർക്കും വേണ്ടി കളിക്കുന്നത് മാസ്റ്റർ ആദിശരത്താ. ആഹാ, അത് കൊള്ളാലോ. മോനെ, അച്ഛനും അമ്മൂമ്മയ്ക്ക് എവിടെ? അച്ഛൻ കുളിക്കുക, അമ്മമ്മ കിച്ചണിലാണെന്ന് തോന്നുന്നു. അമ്മമ്മ. അതെ, മോന്റെ കളിക്കാരൊക്കെ വെയിറ്റിംഗിലാ. വേഗം കളി തുടങ്ങിക്കോ. അത് സാരമില്ല, അവര് ഞാൻ ചെല്ലുന്ന കാത്തിരുന്നോളൂ. അല്ല, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നേ? ശരത് മോൻ ഇന്ന് ഡൽഹിക്ക് പോന്നു. അതുകൊണ്ട് യാത്ര അയക്കാൻ ഇങ്ങോട്ട് വരുന്നെന്ന് സുന്ദരി പറഞ്ഞപ്പോ എന്നാ പിന്നെ ഞാനും ഇങ്ങോട്ട് വന്നേക്കാമെന്ന് കരുതി. സത്യം പറയാലോ, ഡൽഹി പോണ കാര്യമൊക്കെ ഇന്ന് രാവിലെയാ ഞാൻ അറിഞ്ഞേ. സുന്ദരിയോട് നേരത്തെ പറഞ്ഞായിരുന്നോ? ഇല്ലമ്മ, ഇതെന്നോട് രാവിലെ വിളിച്ചപ്പോ പറഞ്ഞതാ. ഇപ്പൊ എന്താ പെട്ടെന്നൊരു ഡൽഹി യാത്ര? അത്യാവശ്യം വല്ലതുണ്ടോ? എന്നോടൊന്നും പറഞ്ഞില്ല. പോന്നു പറഞ്ഞപ്പോ എങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അക്കാഡമിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുന്നതായിരിക്കും. നിങ്ങൾ ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ, ഞാനും കൂടി വരാം. അച്ഛൻ കുളിക്കാൻ കയറിയിട്ട് ഒരുപാട് നേരമായോ മോനെ? ദേ ഇപ്പൊ അങ്ങോട്ട് കയറിയതേ ഉള്ളൂ. ഇനി കുറച്ചു സമയം കഴിഞ്ഞ് ഡോറ് തുറക്കും. മഴയടമ്മ എന്റെ കൂടെ ചെസ് കളിക്കുന്നോ? എന്താ, ഒറ്റയ്ക്ക് കളിച്ചു മടുത്തോ? ഒരാള് കൂടെ കളിക്കുകയാണെങ്കിൽ എന്റെ കളി മാത്രം കളിച്ചാ മതിയല്ലോ. രണ്ടുപേർക്ക് വേണ്ടി ആലോചിക്കണ്ടല്ലോ. എങ്കി ഇരിക്കെ, നമുക്ക് നോക്കാം. ശരത് മോൻ ഡൽഹിക്ക് പോകുന്നെന്ന് പറഞ്ഞപ്പോ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ സുന്ദരിയെ ഞാൻ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നേ. വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോണം കേട്ടോ. ഈ ശരത്ത് സുന്ദരിയെ വിളിച്ച് ഡൽഹി പോകുന്ന കാര്യം പറഞ്ഞതിന് കാരണക്കാരി ആരാ? ഈ ഞാനാ. അതറിയോ അച്ഛമ്മയ്ക്ക്? അച്ഛമ്മ ധൈര്യമായിട്ടിരിക്കും. ഇന്ന് നമുക്കിതിന്റെ നെല്ലും പതിരും തിരിച്ചെടുക്കാം. സുന്ദരിയുടെ സ്വഭാവം ഇപ്പൊ ഏകദേശം എന്തുവിനെ അറിയാലോ. കാര്യങ്ങള് നയത്തിലേ പറയാവൂ, അല്ലെങ്കിലേ എടുത്തടിച്ച് വേണ്ടാന്നങ്ങ് പറയും. എന്റെ മനസ്സിലൊരാഗ്രഹം, അവക്കൊരു ജീവിതം ഉണ്ടാവണം. അങ്ങനെ ഒരാളെ ജീവിതം കൊടുക്കാൻ വന്നാ അത് ശരത് മോനായിരിക്കുകയും വേണം. ശരത്തിനെ മരുമോനെ പോലെ അല്ല എന്തു കാണുന്നത്, സ്വന്തം മോനെ പോലെ. അവന് ചേരുന്ന പെണ്ണല്ലേ സുന്ദരി. ഇതൊക്കെ എന്നോട് ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അച്ഛമ്മ? ശരത്തും സുന്ദരി ഒന്നിച്ച എന്റെ ആദ്യമോൻ ഒരുപാട് സന്തോഷാവും, അതെനിക്കറിയാം. പിന്നെ ഏകദേശം സുന്ദരിയുടെ സ്വഭാവമൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ വെട്ടി തുറന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നേ? അതിനൊരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അല്പം വളഞ്ഞ വഴിയാ. സുന്ദരി അതിന് പറയുന്ന മറുപടിയിൽ നിന്നും നമുക്ക് അവളുടെ മനസ്സ് വായിച്ചെടുക്കാം. എന്നിട്ട് മതി തുടർന്നുള്ള ചോദ്യവും പറച്ചിലും ഒക്കെ. ബുദ്ധിപൂർവ്വം ഇന്ദുമതി തന്നെ എല്ലാം അങ്ങ് ചെയ്തോണേ. എല്ലാത്തിനും അച്ചമ്മ കൂടെ കാണും. ഞാൻ ദേ ഇവിടെ വന്നു. എങ്കി ഞാനിത് ഇങ്ങോട്ട് നീക്കി. ദേ ഇതെന്റെ ഒരു ബ്രില്യൻ മൂവ്. ഓ, എങ്കി ഇത് പിടിച്ചോ. അതിനേക്കാൾ ബ്രില്യന്റ് ആയ ഒരു മൂവ്. എങ്കിൽ മഴയടമ്മയുടെ ഈ കോയിൻ ഞാൻ വെട്ടി. ആയിക്കോട്ടെ, അപ്പതേ ഞാൻ ഈ കോയിൻ ഇങ്ങോട്ട് വെച്ചു. ഓഹോ, ഇതിനായിരുന്നു എനിക്ക് വെട്ടാൻ തന്നത്. ആയിരുന്നല്ലോ. ഇപ്പൊ മനസ്സിലായോ അബദ്ധമാണ് മോൻ കളിച്ചതെന്ന്? ശരി, നോക്കാം. ദാ, വല്ലപ്പോഴും ഒരിക്കലാ സുന്ദരി വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴേക്കും നീ പിടിച്ചിരുത്തി കളി തുടങ്ങിയോടാ മോനെ? അമ്മയ്ക്ക് ചെസ് അറിയില്ലല്ലോ. അപ്പൊ പിന്നെ മഴയടമ്മ എന്റെ കൂടെ കളിക്കട്ടെ. മഴയെ ആദിമോനെയൊക്കെ തോൽപ്പിക്കാന്ന് പറഞ്ഞ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. സുന്ദരിയോട് ഞാനൊരു അഭിപ്രായം ചോദിക്കട്ടെ? അതിനെന്താ, ചോദിച്ചോ. ശരത്തിന്റെ കാര്യമാണ്. അവനോട് വേറൊരു കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ പിടി തരാതെ ഒഴിഞ്ഞു മാറിക്കളയും. എന്റെ പ്രാർത്ഥനയുടെ ഫലമായി ഇപ്പൊ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ മൗനം സമ്മതം എന്ന രീതിയിലാ അവന്റെ പെരുമാറ്റം. തുറന്നങ്ങ് പറഞ്ഞ ഏകദേശം ശരത്ത് വിവാഹത്തിന് സമ്മതിച്ച മട്ട് തന്നെ. ഒരു നല്ല ആലോചന വന്നാ
ശരത്ത് സമ്മതിക്കും. അത് നല്ല കാര്യമല്ലേ അമ്മ? നല്ല കാര്യം തന്നെയാ. ഒരു പെണ്ണ് ഒത്തു വന്നിട്ടുണ്ട്. പെണ്ണെന്ന് പറയുമ്പോ ശരത്തിന് അറിയാവുന്ന ആള് തന്നെയാ. അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമാണ്. ഇനി ഒരുപാട് വെച്ചു നീട്ടാതെ പരസ്പരം സംസാരിച്ച് എത്രയും വേഗം വിവാഹം അങ്ങ് നടത്തിയാലോ എന്ന് ആലോചനയിലാ ഞാൻ. അല്ല, ശരത്തിനറിയാവുന്ന പെണ്ണാരാന്ന് ചോദിച്ചില്ലല്ലോ സുന്ദരി. ആരാ പെണ്ണ്? അത് വേറെ ആരുമല്ല, അവന്റെ മുറപ്പെണ്ണ് ശ്രുതി തന്നെയാ. ഇന്ന് മണ്ടൻ കളിയാ മഴയുടെ അമ്മ കളിച്ചേ. മന്ത്രി പോയില്ലേ? ചെക്കുമായി. ഇനി ഒരുപാടൊന്നും മഴയുടെ അമ്മയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അത് ശരിയാണല്ലോ, ഞാൻ ശ്രദ്ധിച്ചില്ല. സുന്ദരി മറുപടി ഒന്നും പറഞ്ഞില്ല. ശരത്തിന്റെ ശ്രുതിയുടെ വിവാഹം നടത്തുന്നതിനെ കുറിച്ച് എന്താ സുന്ദരിയുടെ അഭിപ്രായം? ഇതിലിപ്പോ ഞാൻ എന്താ അമ്മ പറയേണ്ടത്? നല്ല കാര്യമല്ലേ? ശ്രുതിക്ക് അങ്ങനെ ഒരു ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നതല്ലേ, ഇപ്പോഴും ഉണ്ട്. എങ്കിൽ പിന്നെ അത് ആലോചിക്കുന്നത് നല്ല കാര്യം തന്നെയാ. മഴയുടെ അമ്മ നീക്ക്. ഇതിൽ ഞാൻ തോറ്റു. നമുക്ക് അടുത്ത ഗെയിം കളിക്കാൻ മോനെ. ആ ശരി. ഇന്ദുമതി ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനാ. വാ. ആഹാ, സുന്ദരിത പറ്റി. മഴയുടെ അമ്മ വന്നിട്ട് കുറച്ചു നേരമായി. ഞങ്ങളൊരു ഗെയിം കളിച്ചു. ഞാനാച്ചാ ജയിച്ചത്. മഴയുടെ അമ്മയെ തോൽപ്പിച്ച് മിടുക്കനായ നീ. മിക്കവാറും സുന്ദരി തോറ്റു വന്നായിരിക്കും. ഏയ്, അങ്ങനെയൊന്നുമില്ല. നന്നായിട്ട് പ്ലാൻ ചെയ്ത് മൂവ്മെന്റ് നടത്തുന്നുണ്ട്. ദേ, അടുത്ത ഗെയിമിന് നിരത്ത് കരുക്കള്. അടുത്ത ഗെയിമിന് കുറച്ച് കഴിഞ്ഞ് മതി. സുന്ദരി ഒന്നിങ്ങോട്ട് വന്നേ, എനിക്ക് പാക്കിംഗ് ഒന്ന് ഹെൽപ്പ് ചെയ്യാം. കുറച്ച് പേപ്പേഴ്സ് ഒന്ന് ഫയൽ ചെയ്യാൻ വേണം. മോനെ, എല്ലാം സെറ്റാക്കി വെച്ചോ, അപ്പോഴേക്കും ഞാൻ പോയിട്ട് വരാം. വാ. എന്തു പണി എന്തുമതി ഈ കാണിച്ചത്? ഇത് ചോദിക്കാനാണോ ഇത്രയും വലിയ പ്ലാനിങ് നടത്തിയത്? വല്ലാത്ത ചതിയായി പോയത്. എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ട് സുന്ദരിയുടെ അടുത്ത് ചെന്ന് ശ്രുതിയുമായിട്ടുള്ള കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു അല്ലേ? ഞാനത് പറഞ്ഞ എന്തിനാണെന്ന് അച്ഛമ്മയ്ക്ക് മനസ്സിലായില്ല അല്ലേ? പരിചയമുള്ള പെണ്ണാണെന്നൊക്കെ ഞാൻ പറയുമ്പോ സുന്ദരിയുടെ മുഖത്ത് ഒരു നിർവികാരത ഞാൻ കണ്ടു. അത് പതുക്കെ ഒരു പ്രതീക്ഷയിലേക്ക് മാറുന്നതും എനിക്ക് കാണായിരുന്നു. പക്ഷെ ആ പെണ്ണ് ശ്രുതിയാണെന്നറിഞ്ഞപ്പോ സുന്ദരിയുടെ മുഖത്ത് രക്തയോട്ടം നിലച്ചു. അതമ്മ ശ്രദ്ധിച്ചായിരുന്നു.